രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളത്തിനു കീഴിൽ പന്നിയങ്കര ഗവൺമെന്റ് യു.പി. സ്കൂളിൽ സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ എ.ഇ.ഒ ജയകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളത്തിനു കീഴിൽ പന്നിയങ്കര ഗവൺമെന്റ് യു.പി. സ്കൂളിൽ സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോഴിക്കോട് സിറ്റി ഉപജില്ലാ എ.ഇ.ഒ ജയകൃഷ്ണൻ എം വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹൈഡ്രോളിക് ലിഫ്റ്റ് മാതൃക പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിനുള്ളതാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ കുട്ടികളിൽ ശാസ്ത്ര പഠനമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കുട്ടികളിൽ ശാസ്ത്ര ബോധം ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെ പരിഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണത്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം 100% കുട്ടികളും വിദ്യാലയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ് വരെ പൂർണ്ണമായിട്ടും എല്ലാ കുട്ടികളും സയൻസ് വിഷയം അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ കേരളത്തിൽ പോലും അന്ധവിശ്വാസങ്ങളുടെയും മറ്റും പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ നരഹത്യ പോലുള്ള കാര്യങ്ങൾ പോലും കേരളത്തിൽ വരികയാണ്. കേരളത്തിലും ഇതേപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശാസ്ത്രബോധം കുട്ടികളിൽ വേണ്ടത്ര വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ സിസ്റ്റം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കുട്ടികളൊക്കെ തന്നെ ശാസ്ത്രം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു സമൂഹം വളരെ അനിവാര്യവുമാണ്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം മാത്രമാണ് ആധുനികത എന്ന് പറയുന്നത്. രണ്ടാമത്തത് ജനകീയതയാണ്. അത് വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ അവിടെയാണ് മാനവികതയുടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതുകൂടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല പുതിയൊരു തലമുറയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, ഇവരൊക്കെ തന്നെ ടെക്നോളജിയിൽ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് സാങ്കേതിക വിദ്യയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവരുടെ സാംസ്കാരികമായുള്ള വിനിമയത്തിലൊക്കെ തന്നെ അത് വേണ്ടത്ര പ്രതിഫലിക്കുന്നില്ല. അത് രണ്ടും നമ്മളൊരു വൈരുദ്ധ്യം നമ്മുടെ സമൂഹത്തിൽ ഭാവിയിൽ വരാനിടയുണ്ട്. അതില്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് കുട്ടികൾ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പരിപാടികളിൽ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും ശാസ്ത്ര പഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവുമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഹെഡ് മിസ്റ്റർസ് കെ.പി. സോന സ്വാഗതം പറഞ്ഞു. പി.ടി.എ പ്രസിഡന്റ് സൈഫുന്നീസർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കെ. നിർമ്മല, സ്കൂൾ സയൻസ് ക്ലബ്ബ് കൺവീനർ മറിയം ഉമ്മുൽ ഹന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എ.സി.വി ന്യൂസ് കോഴിക്കോട്.